സൈഫുനിസ, ഫെഫ്കയിൽ പൊട്ടിത്തെറിയാണ്. സംവിധായകൻ ആഷിഖ് കപൂർ സംഘടനയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേതൃത്വത്തോട് കടുത്ത വിയോജിപ്പ് അറിയിക്കുന്ന ഒരു രാജിക്കത്ത് അത് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. നിലപാടെടുക്കുന്ന കാര്യത്തിൽ ഫെഫ്കയുടെ കാപട്യം അത് തുറന്നു കാട്ടുക കൂടിയല്ലേ ഈ രാജിയിലൂടെ ആഷിഖ് കപൂർ എന്ന സംവിധായകൻ? സൈഫുനിസ, തീർച്ചയായും AMMയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിന് പിന്നാലെ ഇല്ലെങ്കിൽ അതിൽ ഒതുങ്ങുന്നതല്ല സിനിമാ മേഖലയിലെ പ്രതിഷേധ രാജികളും പ്രതിഷേധങ്ങളും എന്ന് മനസ്സിലാക്കുന്നതാണ് നിലവിൽ ആഷിഖ് കപൂറിന്റെ രാജി. ഫെഫ്കയിൽ നിന്ന് ആഷിഖ് കപൂർ രാജിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല തവണയായി ആഷിഖ് കപൂർ ഫെഫ്കയിലെ നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും കൃത്യമായ തീരുമാനമോ നിലപാടോ പറയാൻ നേതൃത്വത്തിന് കഴിയില്ലെന്ന് വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആഷിഖ് കപൂർ രാജിവെച്ചിരിക്കുന്നത്. രാജിവെച്ചപ്പോൾ ആഷിഖ് കപൂർ ഉയർത്തിയിരിക്കുന്ന മറ്റൊരു ആരോപണം കൂടിയുണ്ട്. തൊഴിലാളി സംഘടനയായ ഈ ഫെഫ്ക തനിക്ക് ഒരു പ്രതിഫലം വേതനം ലഭിക്കാത്തതിന് നൽകിയ പരാതിയിൽ ഇടപെടുകയും പകുതി പ്രതിഫലം അത് ലഭിച്ചതിൽ നിന്ന് 20% കമ്മീഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ കൂടെ ഉണ്ടായിരുന്ന 2 എഴുത്തുകാരിൽ നിന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആഷിഖ് കപൂർ ഉന്നയിക്കുന്ന ആരോപണം. അതായത് ഫെഫ്ക ഒരു തൊഴിലാളി സംഘടന എന്നതിനപ്പുറത്തേക്ക് ഒരു ഏജൻസി പോലെ പ്രവർത്തിച്ചു, അവരുടെ ഇടപെടലുകൾക്കെല്ലാം കമ്മീഷൻ വാങ്ങുന്നത് പോലെ പ്രവർത്തിച്ചു എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി ആഷിഖ് കപൂർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ആഷിഖ് കപൂർ രാജിവെച്ച് പുറത്തു പോകുമ്പോൾ അതിലൊതുങ്ങുന്നതല്ല പ്രശ്നങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറത്തേക്ക് ഇത്തരം ഇടപെടലുകൾ ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൂടി ഇനി നേതൃത്വം മറുപടി പറയേണ്ടി വരും. തീർച്ചയായും കമ്മീഷൻ അടക്കം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. 20% അത് സിബി മലയിൽ ആവശ്യപ്പെട്ടത്, ചിക്ക് തിരിച്ചു കൊടുത്തത്, അതെല്ലാം തുറന്നിടുകയാണ് ആഷിഖ് കപൂർ. അപ്പോൾ ഇനി ബാക്കി ചർച്ചകൾ അതേ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നതേയുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ നിർണായകമായ ഇടപെടൽ ദേശീയ വനിതാ കമ്മീഷനിൽ നിന്നുകൂടി ഉണ്ടാവുകയാണ്. ഇനി എന്ത് നോക്കാം.